അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്രമാത്രം സന്നാഹങ്ങൾ ഇരുഭാഗത്തുമായി ഒരുങ്ങിക്കഴിഞ്ഞു. അമേരിക്കയുടെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലൊന്നാകെ വിന്യസിച്ചിരിക്കുകയാണ്. അവരുടെ സൈനിക വിന്യാസം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അബ്രഹാം ലിങ്കണും മറ്റു അവരുടെ അത്യാധുനിക അർമാഡയടക്കമുള്ള യുദ്ധക്കപ്പലുകൾ പേർഷ്യൻ കടലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ജോർദാനെ കേന്ദ്രീകരിച്ച് അമേരിക്കൻ വ്യോമത്താവളങ്ങളിൽ ആയുധങ്ങൾ എത്തിക്കുകയും യുദ്ധവിമാനങ്ങൾ തയ്യാറാവുന്നതിനെയും ഉപഗ്രഹ ചിത്രങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ലെബനനിലും ഇത് തന്നെയാണ് സ്ഥിതി. അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥർ അവിടെ സിവിലിയന്മാരെ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പശ്ചിമേഷ്യയിൽ ഒന്നാകെ അമേരിക്കയുടെ സൈനിക വിന്യാസം തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കക്കെതിരെയുള്ള ഏതെങ്കിലും ആക്രമണത്തിലേക്ക് തുനിഞ്ഞാൽ, ഇറാഖിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചാൽ ഇറാഖിലെ ബഗ്ദാദിൽ ബോംബാക്രമണം നടത്തുമെന്നും ബോംബിട്ട് നശിപ്പിക്കുമെന്നും അമേരിക്ക വ്യക്തമാക്കി കഴിഞ്ഞു. വലിയ വലിയ താക്കീതുകളാണ് അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇറാഖ് എന്നുള്ളത്, അവിടുത്തെ നിലവിലുള്ള സംവിധാനം എന്നുള്ളത് ഇറാനുമായി അടുത്തു നിൽക്കുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാഖിൽ നിന്നും ഏതെങ്കിലും സഹായങ്ങൾ ഇറാന് ലഭിച്ചാൽ ബഗ്ദാദിനെ ലക്ഷ്യം വെക്കുമെന്ന് അമേരിക്ക പറയുന്നുണ്ട്. അപ്പോൾ വിവിധങ്ങളായ രാജ്യങ്ങളിൽ അവരുടെ സൈനിക സന്നാഹങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ജോർദാനിൽ അമേരിക്കൻ സൈനിക താവളവുമായി കേന്ദ്രീകരിച്ച് അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചുവപ്പ് രേഖയിൽ ചിത്രമാക്കിക്കൊണ്ട് ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഇറാൻ ഉപഗ്രഹ ചാനലുകളിൽ നിന്നും കണ്ടെത്തിയ ഈ വിവരങ്ങൾ പ്രകാരം ഏത് നിമിഷവും ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ജോർദാനെ ലക്ഷ്യം വെക്കുമെന്നും ലെബനനെ ലക്ഷ്യം വെക്കുമെന്നൊക്കെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റൊരു പരമാധികാര രാജ്യത്തെ ലക്ഷ്യം വെക്കുമെന്ന് പറയുന്നത്? ഈ രാജ്യങ്ങൾക്കെതിരല്ല തങ്ങളുടെ നിലപാടെന്നും അമേരിക്കൻ സൈനിക താവളങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നും പ്രവർത്തിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്ക് ഈ രാജ്യങ്ങളെ ഉപയോഗിച്ചാൽ അത് തിരിച്ചടിക്കുമെന്നും അതിശക്തമായ തിരിച്ചടി ഉണ്ടാവുമെന്നും നേരത്തെ തന്നെ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ലോകത്താകെ ആശങ്കയുടെ സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു നോമ്പ് കാലത്ത് നേരത്തെയുണ്ടായ ഗസയിലുള്ള വിഷയം പോലെ തന്നെ ഇറാനുമായിട്ടുള്ള നേരിട്ടുള്ള ആക്രമണത്തിലേക്ക് അമേരിക്ക പോകുമെന്നുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ടുള്ള അതിൻ്റെ അന്തിമഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിനുള്ള സാധ്യതകൾ ഒരുങ്ങിയിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപും അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും മറ്റു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും അടച്ചിട്ട റൂമിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ചകൾക്ക് അന്തിമമായിട്ട് ഈ ചർച്ചകൾക്ക് ഉരുതിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടുള്ള ആക്രമണമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. തങ്ങൾക്കൊരിക്കലും അടുക്കാൻ കഴിയാത്ത ഒരു വിഭാഗമാണ് ഈ ഇറാൻ എന്നുള്ളത്. ഈ അമേരിക്കയുടെ പ്രസിഡന്റായ ട്രംപിന് പുടിനെ വേണമെങ്കിൽ ഫോൺ വിളിക്കാം, ചൈനീസ് പ്രസിഡന്റ് ഷിൻപിയാങ്ങിനെ ഫോണിൽ വിളിക്കാം, എന്തിന് ഉത്തര കൊറിയൻ പ്രസിഡന്റായ ചിങ് ഹുന്നിനെ വരെ അവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഒരിക്കലും ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നതാണ്. ഇവരോട് സംസാരിക്കാൻ തന്നെ അദ്ദേഹം താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം. അതായത് ഇറാനെ ഒരു നിലക്കും തങ്ങളുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇറാൻ പറയുന്നുള്ളത് ഇത്തരത്തിലുള്ള സൗഹൃദ ചർച്ചകൾ തങ്ങളെപ്പോഴും അതിനെ സ്വാഗതം ചെയ്യുന്നു, അതിന് അനുസരിച്ചുള്ള നിലപാടുകൾ ഞങ്ങൾ സ്വീകരിക്കുന്നു. പക്ഷേ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ശക്തമായ തിരിച്ചടിയായിരിക്കും ഉണ്ടാവുക എന്നതാണ്. ഈ ഒരു മേഖലയിലൊന്നാകെ റഷ്യയുടെയും ചൈനയുടെയും വലിയ സഹായം ഈ നിമിഷത്തിൽ ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നിലവിലുള്ള അവസ്ഥയിൽ ഈ അമേരിക്കക്കെതിരായ ഏതെങ്കിലും സൈനിക താല്പര്യങ്ങൾ, അമേരിക്കയുടെ സൈനിക താല്പര്യങ്ങൾ തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി ഇല്ലാതാക്കുമെന്നും തങ്ങളുടെ സ്വാധീനം കൂടി ഇല്ലാതാക്കുമെന്ന് ചൈനയും റഷ്യയും കണക്കുകൂട്ടുന്നു. നേരത്തെയുണ്ടായ ഈ നിക്കോളസ് മദൂറോയെ തട്ടിക്കൊണ്ട് പോയതടക്കമുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാൻ ഇവർ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള പശ്ചാത്തലത്തിൽ അത് വീണ്ടും ഇറാനിലേക്ക് എത്തിയാൽ കൂടുതൽ കുഴപ്പകരമായ കാര്യങ്ങളിലേക്ക് പോകും. തങ്ങളുടെ സ്വാധീന വലയം നഷ്ടപ്പെടുമോവെന്ന് ചൈനയും റഷ്യയും മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ ഹോർമുസ് കടലിടുക്കിലെ സൈനികാഭ്യാസങ്ങൾക്ക് ഇറാനും ഒന്നിച്ച് അവർ നേതൃത്വം നൽകിയത്.
വളരെ വലിയ സൈനിക സംവിധാനങ്ങൾ ഒരുക്കി തങ്ങളുടെ പിന്തുണ ഇറാന് ഉണ്ടെന്ന് വ്യക്തമാക്കാൻ വേണ്ടിയാണിത്. എന്നാൽ മറുഭാഗത്ത് യമനിലും അടിയന്തരാവസ്ഥയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഥവാ യമനിനെയും ഈ ഒരു യുദ്ധമുഖത്തേക്ക് കാണാമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറുഭാഗത്ത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച നടത്തിയ ഓപ്പറേഷനുകളിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പലരെയും കൊലപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലെബനനിൽ നിന്നും ഹിസ്ബുള്ള ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, അമേരിക്കൻ ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ, അതിനെതിരെ ഹിസ്ബുള്ള ഒരു നിലപാട് സ്വീകരിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ നിലവിലുള്ള അവിടെ പ്രവർത്തനങ്ങൾക്ക് IRGCയുടെ കമാൻഡ് വിങ്ങിങ് തന്നെയാണ് നേതൃത്വം നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഥവാ ഇറാന്റെ മിലിറ്ററി സംവിധാനങ്ങൾ തന്നെയാണ് ഹിസ്ബുള്ളയെ ചലിപ്പിക്കാൻ വേണ്ടി ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ലെബനനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ വ്യോമാക്രമണങ്ങൾ നടത്തിയത്. പക്ഷേ അവിടെ ഹിസ്ബുള്ളയുടെ യൂണിറ്റുകളെ പ്രവർത്തനക്ഷമമാക്കിക്കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളാണ് യഥാർത്ഥത്തിൽ IRGCയുടെ നേതൃത്വത്തിൽ ലെബനനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധസമാനമായ എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. അമേരിക്ക ഏത് നിമിഷവും ആക്രമണം നടത്തിയാൽ തങ്ങളുടെ കാഞ്ചി വിരൽ അമർത്തി തന്നെ നിൽക്കുകയാണെന്നും അമേരിക്കൻ സൈനിക താവളങ്ങളെ, മേഖലയിലുള്ള എല്ലാ സൈനിക താവളങ്ങളെയും ലക്ഷ്യം വെക്കുമെന്നുള്ള വളരെ വലിയ പ്രഖ്യാപനം ഇറാൻ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. അതിനുതകുന്ന നടപടികളും പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നിലവിലുള്ള സാഹചര്യത്തിൽ സമ്പൂർണ്ണമായ അമേരിക്കയ്ക്ക് വളരെ വലിയ മേധാവിത്വമുണ്ട്. അത് സമുദ്ര മേഖലയിലായാലും അല്ലെങ്കിൽ മറ്റുള്ള ആണവ ശക്തിയിലായാലും മറ്റുള്ള സൈനിക സംവിധാനങ്ങളിലായാലും എല്ലാ തരത്തിലും സമ്പൂർണ്ണമായ ആധിപത്യം അമേരിക്കക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കേവലം ഒരു പടക്കപ്പലുകൾ കൊണ്ട്, അല്ലെങ്കിൽ വ്യോമാക്രമണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ കേവലമായ വ്യോമ ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഒരു യുദ്ധവും ജയിക്കാൻ കഴിയില്ല, അതിൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ പലതവണ ഇറാനിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയതാണ്. പക്ഷേ ഇപ്രാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കനത്ത ആക്രമണം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിൽ പോലും സൈനികമായിട്ട് കരയുദ്ധത്തിലൂടെയല്ലാതെ അവിടെ ഒരു തീരുമാനമോ ഭരണം മാറ്റിയെടുക്കാനോ അമേരിക്കക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതൊരു യുദ്ധത്തിലും അതിൻ്റെ റിസൾട്ട് തീരുമാനിക്കുന്നത് കരയുദ്ധമാണ്, കരമേഖലയിലുള്ള ആക്രമണമാണ്, നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളാണ്. അത്തരത്തിൽ ഇറാൻ അകത്ത് ചെന്നുകൊണ്ട് അമേരിക്കൻ സൈനികർക്ക് അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ യുദ്ധത്തിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയൂ. ഇത് എത്രത്തോളം വലിയ ഒരു ടാസ്ക് ആണെന്ന് ലോകം മുഴുവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇറാൻ അകത്ത് ചെന്നുകൊണ്ട് ഒരു കരയുദ്ധത്തിലൂടെ ഇറാനെ കീഴ്പ്പെടുത്താൻ ഏതെങ്കിലും ശക്തികൾക്ക് ഈ അടുത്ത കാലം വരെ കഴിഞ്ഞിട്ടില്ല. ഇറാഖൊക്കെ ഇറാന് സൈനികമായ ഒരു ശക്തിയും ഇല്ലാത്ത സമയത്ത് സദ്ദാം ഹുസൈൻ 8 വർഷക്കാലം യുദ്ധം ചെയ്തിട്ട് പോലും അത് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കരയുദ്ധത്തിലൂടെ അവരെ കീഴ്പ്പെടുത്തുക അസാധ്യമായ കാര്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇതിനിടയിൽ പോലും ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി അദ്ദേഹത്തിന്റെ റമദാനിലെ പ്രഭാഷണങ്ങളിലും മറ്റു ഖുർആൻ ക്ലാസ്സുകളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഓരോ വിവരങ്ങളും ഓരോ ദിവസവും പുറത്തു വരുന്നുണ്ട്. അഥവാ ഇത്രയും യുദ്ധസമാനമായ സാഹചര്യത്തിൽ വളരെ വലിയ ആക്രമണങ്ങൾ ഏത് നിമിഷവും ഉണ്ടാകുമെന്നുള്ള പശ്ചാത്തലത്തിൽ വളരെ സമ്മർദ്ദമേറിയ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ്, അവിടുത്തെ ഏറ്റവും വലിയ പരമോന്നത നേതാവ് അദ്ദേഹത്തിന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു ടെൻഷനും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. മറ്റൊന്ന് ഷിയ വിശ്വാസക്കാരുടെ പരമോന്നത നേതാവ് ആയത്തുള്ള സിസ്താനി എന്ന ഒരു പ്രമുഖ പണ്ഡിതനുണ്ട് ഈ ഷിയ വിശ്വാസധാരയെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയത്തുള്ള അലി ഖമേനിക്കെതിരെയുള്ള ഏത് ആക്രമണങ്ങൾക്കും ഉണ്ടായാൽ, എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ സംഭവിച്ചാൽ അത് ജിഹാദിനുള്ള ഫത്വ പുറപ്പെടുവിക്കുന്നതിന് കാരണമായേക്കാമെന്നാണ് ആയത്തുള്ള സിസ്താനി പറഞ്ഞിരിക്കുന്നത്. അഥവാ മേഖലയിലുള്ള ഒന്നാകെ ലോകത്തിലാകമാനമുള്ള ഈ വിശ്വാസധാരയെ പിന്തുടരുന്ന ആളുകൾക്ക് മുഴുവൻ അവർ ഫത്വ പുറപ്പെടുവിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് ലോകത്തിലുള്ള ഈ വിശ്വാസധാര പിന്തുടരുന്ന എല്ലാ വിശ്വാസ വിഭാഗങ്ങളും ഈ ഒരു പോരാട്ട മേഖലയിലേക്ക് ഇറങ്ങാൻ കാരണമായേക്കും. ഇതും മറ്റൊരു ഭയപ്പെടലിന് കാരണമായിട്ടുണ്ട്. അഥവാ അതിശക്തമായ തിരിച്ചടികൾ ഉണ്ടായേക്കാവുന്ന ഒരു യുദ്ധം തന്നെയാണ്
അമേരിക്കയും ഇസ്രായേലും പ്രതീക്ഷിക്കുന്നുള്ളത്.